അപ്പം ഞങ്ങൾ ഇന്ന് ടൂർ പോവാണ്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഊട്ടി എന്ന് പറയുന്ന റാണിപുരത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെറുക്കാപ്പാറ ടു റാണിപുരം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 50 ചില്ലറ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി പോവുകയാണ്. പിന്നെ മഴയാണ്, അപ്പം നല്ല രസമുണ്ടാവും. കാരണം മഴയത്തൊക്കെ ഇങ്ങനെ നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറിയാൽ പിന്നെ ഫുഡും കാര്യമൊന്നും കിട്ടൂല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോവാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് വഴിയെ കാണാം കേട്ടോ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് പോകുന്ന കാഴ്ചകളൊക്കെ വഴിയെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ KSRTC ബസ്സിലാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. അപ്പം നല്ല ജോലി അടിച്ച് പോകുന്നതാണ്. പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കുട്ടനാണ് കേട്ടോ പാട്ട് വന്നത്. പിന്നെ ഇടയ്ക്ക് ഞാനും പാടുന്നുണ്ട് 1-2 പാട്ട്. ഞാൻ മാത്രമല്ല, വേറെ 2-3 ആൾക്കാരും കൂടി പാടുന്നുണ്ട്. ഇതിലിങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇവരൊക്കെ പാടുന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ്. നല്ല ട്രിപ്പായിരുന്നു കേട്ടോ, നല്ല വൈബുള്ളൊരു ട്രിപ്പാണ്. റാണിപുരത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പനത്തടി പഞ്ചായത്തിലാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് റാണിപുരത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴേക്ക് 2 സൈഡ് ഫുള്ള് കാടാണ്. പിന്നെ അതുപോലെ തന്നെ കുഴിയിലാണെന്ന് വെച്ചാൽ കുറേ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. റോഡ് മുകളിലും പിന്നെ 2 സൈഡും കുഴികളാണ് കാണുന്നത്. ഫുള്ള് നമ്മൾ ഊട്ടിക്ക് പോകുന്ന ആ ഒരു വൈബ് നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യമായിരുന്നു കേട്ടോ. കുറേ ആൾ ബസ്സാക്കിയിട്ടും ജീപ്പാക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ദൂരദേശത്ത്, നമ്മൾ ദൂരമല്ല, പക്ഷേ കർണാടക അതുപോലെ തന്നെ വയനാട് കോഴിക്കോട് അങ്ങനെ നല്ല വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഫുള്ളും വണ്ടികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുകളിലോട്ടേക്ക് പോകാൻ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ ഉള്ളവർ ഞങ്ങൾ മുകളിലോട്ട് എത്തിയിട്ടാകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ ഫുള്ള് വണ്ടിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ട്. അപ്പോൾ ഞങ്ങളോട് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം നിന്നു, പോകാൻ പറ്റുമോ നോക്കിയിട്ട്. ലാസ്റ്റ് അവർ പറഞ്ഞു ഇല്ല പറ്റൂല, ഞങ്ങൾ ബാക്കോട്ട് എടുത്തോന്ന്. അങ്ങനെ ഞങ്ങൾ ബാക്കോട്ട് എടുത്ത് വണ്ടി അവിടെ വെച്ച് ഞങ്ങൾ മുകളിലോട്ട് നടക്കുകയാണ് കേട്ടോ. നമ്മളെ വണ്ടി താഴെയാണ് വെച്ചത്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് നടന്ന് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടുള്ളതാണ്. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ അതുപോലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരത് ചെക്ക് ചെയ്യും, അത് നമ്മളെടുത്ത് ഉണ്ടോയെന്ന്. അഥവാ ബോട്ടിലാണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എണ്ണം വേണം, എത്ര ബോട്ടിൽ നമ്മൾ കൊണ്ടുപോയിന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ആ ബോട്ടിൽ നമ്മൾ കൊണ്ടുവരികയും വരണം താഴത്തേക്ക്, അവർക്ക് കാണിക്കുകയും വേണം. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്തിട്ട്. അതിന് റിസ്ക്കാണ്, കാരണം വെച്ചാൽ പാറക്കെട്ടുകളൊന്നും, അത് മഴ പെയ്തുകൊണ്ട് ഭയങ്കര വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ കുഞ്ഞരുവികളുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു അരുവിയേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ മുകളിലോട്ട് അരുവിയൊന്നും കാണാൻ പറ്റില്ല, ഫുള്ളും പാറകളാണ്. അങ്ങനെ എല്ലാവരും കൂടി നടക്കുകയാണ്, മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് നടക്കുകയാണ്. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ പോവും, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ഫീസ് 60 രൂപ ആണ് കേട്ടോ, വലിയവർക്ക് 60 രൂപ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്ന് ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങൾ കഴിക്കാൻ വന്ന സ്നാക്സ് തിന്നുകയാണ്. അങ്ങനെ കുറച്ച് ഇരുന്നും പിന്നെ കുറച്ച് നടന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ കുറേ ദൂരം പോകാനുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ മുകളിലെത്താനായി. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടുന്ന് റീൽസും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കണ്ണൻ കുഞ്ഞിനെ കുറച്ച് സമയം ഞാനെടുത്ത് നടക്കും. പിന്നെ ഇടയ്ക്ക് അവൻ തന്നെ നടക്കും കേട്ടോ. പിന്നെ കുറച്ച് സമയം കുട്ടനിതുപോലെ ചുമലിന്മേ വെച്ച് ഇങ്ങനെ നടക്കും. പിന്നെ നമ്മുടെ കണ്ണൻ കുഞ്ഞാണ് കേട്ടോ ചെറിയ കുഞ്ഞായിട്ട് ഉണ്ടായത്. ഈ പ്രായത്തിൽ
പിന്നെ ബാക്കിയൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ കുഞ്ഞുങ്ങളാണ്. ഇവനിങ്ങനെ ആ മല ചവിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ ഇത്ര ചെറിയതായിട്ട് അവൻ സ്വയം അത്രയും വലിയ മല ചവിട്ടുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ നായ കിടന്നുറങ്ങുന്നത് നല്ല തണുപ്പാണ്. അപ്പം തണുപ്പിച്ച് അങ്ങനെ കിടന്നുറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ എത്തുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം നല്ല തണുപ്പും മഴയും ഒക്കെ ഉണ്ടായിട്ട് നല്ല ഫീലാണ്. നമുക്ക് ആ ഊട്ടിയിൽ എത്തിയിട്ട് നമ്മൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ കണ്ടാൽ ആ മല ചവിട്ടാണ് കേട്ടോ. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തന്നെ നടക്കുകയാണ്. അപ്പം ഞാൻ കുട്ടനോട് പറയുന്നുണ്ട് ഈ ഒരു ഇത് വീഡിയോ എടുക്കണമെന്ന്. കാരണം വെച്ചാൽ അവൻ ആ ഒരു ചവിട്ടുന്ന ആ ഒരു ഇത് വീഡിയോ എടുക്കുന്നതല്ല. അങ്ങനെ കുട്ടനെ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും മുകളിൽ എത്തിയിട്ട് അതിനങ്ങനെ കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്ത് വിശ്രമിച്ച് ആ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ കാണുകയാണ്. മുകളിലേക്ക് എത്തുമ്പോൾ മഴ കുറച്ച് നല്ലോണം പെയ്തു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഈ മുകളിലത്തെ മല കയറിയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ വന്നത്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ കയറിയുള്ളൂ മുകളിലോട്ട്. കുറച്ച് ആൾക്കാർ പകുതി എത്തുമ്പോൾ തന്നെ അവർക്ക് ക്ഷീണമായി. കാരണം വെച്ചാൽ മുകളിലോട്ട് എത്തണമല്ലോ. അങ്ങനെ അവർ കയറിയില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ മുകളിലോട്ട് കയറിയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് എത്തുമ്പോൾ ഏകദേശം 6 മണി 6:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു ലാസ്റ്റ് ഇറങ്ങേണ്ടവർ. ലാസ്റ്റ് അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഗൈഡ് അവരൊക്കെ ഇറങ്ങുമ്പോൾ ഓരോരോ ആൾക്കാരോട് പറയും പോകാൻ വേണ്ടിയിട്ട് സമയമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പിറകിൽ അവരുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 6:30 മണിയാകുമ്പോഴേക്ക് എത്തി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം വെച്ചാൽ കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇരുട്ടാണ് അപ്പോൾ ആ സമയത്ത്. അപ്പോൾ ആരുമില്ല, നിശബ്ദമായിട്ടുണ്ടായിന്. ആൾക്കാരൊന്നും സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് വന്നവരെല്ലാം എല്ലാവരും മുമ്പിൽ പോയി. അപ്പോൾ കണ്ണൻ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. അവനെ തട്ടി എടുത്തിട്ട് നടക്കണമല്ലോ. അപ്പോൾ എല്ലാ ആൾക്കാരും മുമ്പിലോട്ട് എത്തി. അപ്പം ഞാനും കുട്ടനും പിന്നെ ആ ഗൈഡുകൾ അത്ര ആൾക്കാരെ ഉണ്ടായിട്ടോ ലാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊന്നും ഇതിൽ ആഡാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എവിടത്തെങ്കിലും ട്രിപ്പ് ഉള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.